വലിയ വാർത്തയാണ്. ആയിരക്കണക്കിനായ ആളുകൾ അണമുറിയാത്ത നദീജല പ്രവാഹം എന്ന പോലെ ആർത്തിരമ്പി മതനിരപേക്ഷതയുടെ മുദ്രാവാക്യം മുടക്കുമ്പോ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് അത് കാണില്ല. നിങ്ങൾ കണ്ടില്ലെങ്കിലും ഞങ്ങൾക്കൊരു പുല്ലുമില്ല. കേരളത്തിലെ ജനങ്ങൾ ഇത് കാണും എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ഈ പറയപ്പെടുന്ന കാപട്യക്കാരുടെ ഇരട്ടവേഷം ധരിക്കുന്നവരുടെ മനസാക്ഷി പണയപ്പെടുത്തിയിട്ടുള്ളവരുടെ വർഗീയതയെ കൊടിയടയാളമായി സ്വീകരിച്ചിട്ടുള്ളവരെ ആഘോഷിക്കുമ്പോൾ നിങ്ങൾ അറിയണം, ഇത് ഈ നാടിനോട്, ഈ നാടിന്റെ ആവേശോജ്വലമായ മതനിരപേക്ഷ പൈതൃകത്തോട് ചെയ്യുന്ന മാപ്പർഹിക്കാത്ത കുറ്റമാണ്. ഞാൻ ഷാജിയെക്കുറിച്ച് ഇവിടെ പറഞ്ഞത്, ആ മനുഷ്യൻ അഹങ്കാരം കൊണ്ടൊരു മനുഷ്യനെ ഉണ്ടാക്കിയാൽ എങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചാൽ, ആ അഹങ്കാരം കൊണ്ടുണ്ടാക്കുന്ന മനുഷ്യരൂപത്തിന് കഷണ്ടി കൂടി ഉണ്ടായാൽ അത് കെ എം ഷാജിയെ പോലെ ഇരിക്കുമെന്നേ നമുക്ക് പറയാൻ പറ്റൂ. അയാൾ പ്രസംഗത്തിനിടയിൽ ചോദിക്കുകയാണ്, എന്താ ചോദിക്കുന്ന അറിയൂ, ആരാണ് ഈ പിണറായി? ഞാൻ ചോദിക്കുക, പിണറായി ഒരു പഞ്ചായത്ത് മെമ്പറെങ്കിലും ആണോ? ഞാൻ ഒരു MLA ആണ്. ആര്? കെ എം ഷാജി. ഒരു MLA ആകുന്നതാണോ ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം? അങ്ങനെയാണെങ്കിൽ ഷാജി, നിനക്കും നിന്റെ പാർട്ടിക്കും നിന്റെ പാർട്ടിയുള്ള പഞ്ചായത്തിൽ ജീവിക്കുന്നവർക്കും ചരിത്രമെന്ന് പറയുന്നത് ഹറാമാണെന്ന് ഞങ്ങൾക്കറിയാം. എന്നാലും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും അക്ഷരാഭ്യാസമുണ്ടെങ്കിൽ ചരിത്രം വായിച്ച് ഒന്ന് പറഞ്ഞു തരാൻ പറയണം. അപ്പോ നിനക്ക് മനസ്സിലാവും, നിന്നെ സൃഷ്ടിക്കുന്നതിനെക്കുറിച്ച് നിന്റെ രക്ഷിതാക്കൾ ചിന്തിക്കുന്നതിന് മുൻപ് 10,000-കണക്കിന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് കേരള നിയമസഭയിലേക്ക് MLA ആയി കടന്നുപോയവരാണ് പിണറായി വിജയനെന്ന്. ആ പേരുദ്ധരിക്കാൻ കേരളത്തിലെ കള്ളക്കച്ചവടത്തിന്റെ ഏജന്റ് നിനക്കെന്തധികാരം? റിയൽ എസ്റ്റേറ്റ് കള്ളക്കച്ചവടത്തിന്റെ ഏജന്റ് പറയാ പിണറായി വിജയൻ പോലും. ഒരു കാര്യം പറഞ്ഞേക്കാ ഷാജി, പിണറായിയെ വിമർശിക്കണമെങ്കിൽ വിമർശിച്ചോ, പക്ഷേ പിണറായി എന്ന 3 അക്ഷരം ഉച്ചരിക്കാൻ യോഗ്യതയുള്ള ഏതെങ്കിലും ഒരു അന്തസ്സുള്ള ലീഗുകാരനെ ഒപ്പം കൊണ്ടു നടത്തി അവനെ കൊണ്ട് പിണറായി എന്ന പേര് പറയിപ്പിക്കണം. എന്നിട്ട് പറയാനുള്ള വിമർശനം നീ പറഞ്ഞു. അല്ലാതെ ആ പേരുച്ചരിക്കാൻ നിനക്ക് അർഹതയില്ല. മഹാത്മാഗാന്ധി പഞ്ചായത്ത് മെമ്പറായിട്ടുണ്ടോ എന്ന് ഈ നാളെ ഇവൻ ചോദിക്കില്ല എന്നാര് കണ്ടു? പഞ്ചായത്ത് മെമ്പറാകുന്നതും MLA ആകുന്നതുമാണ് ഒരു രാഷ്ട്രീയ നേതൃത്വത്തിന്റെ യോഗ്യതയെങ്കിൽ ഇത്തരത്തിലുള്ള റിയൽ എസ്റ്റേറ്റ് കള്ളക്കച്ചവടക്കാർ കേരളത്തിന്റെ രാഷ്ട്രീയ രംഗം അരങ്ങുവാണെന്ന് 491 വോട്ടിന്റെ വലിയ മല പോലെയുള്ള ഭൂരിപക്ഷത്തിന് MLA ആയവൻ എങ്ങനെ MLA ആയി? ഇവിടെ ഇരിക്കുന്നുണ്ട് MLA TV രാജേഷ്. എത്രയാ ഭൂരിപക്ഷം? 30,000 വോട്ടാൽ. അപ്പൊ എത്ര കെ എം ഷാജി കൂടിയതാ? 96 കെ എം ഷാജി കൂടി MLA. ഞങ്ങൾ അങ്ങനെ അഹങ്കാരത്തിന് പറയുന്നുണ്ടോ? നീ എങ്ങനെ MLA ആയി? മതം പറഞ്ഞ MLA ആയി, വർഗീയ വികാരം ആളിക്കത്തിച്ച MLA ആയി, വർഗീയതയെ കൊടിയടയാളമായി സ്വീകരിച്ച് മനുഷ്യർക്കിടയിൽ മതത്തിന്റെ പേരിൽ സ്പർദ്ധ വളർത്തി അവരെ തമ്മിലടിപ്പിച്ച് അവരെ അകറ്റി ശത്രുതാ മനോഭാവമുണ്ടാക്കി അങ്ങനെ MLA ആയിട്ട് മേല് കളിച്ചു നിൽക്കുന്നു. ഒരു കാര്യം പറഞ്ഞേക്കാം, ആണുങ്ങളോട് ആശയം പറഞ്ഞ് കളിക്കാൻ വന്നാൽ നിന്റെ യഥാർത്ഥ മുഖം ഈ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കാൻ ഞങ്ങൾക്കൊരു നിമിഷം മതി. പിന്നെ നിന്നെ ഒന്നും ശത്രുവായിട്ട് ഞങ്ങൾ കാണാത്തത് ഈ മഹാപ്രസ്ഥാനത്തിന്റെ മുൻപിൽ ഒരു ശത്രുവായിട്ട് നിൽക്കാനുള്ള വലുപ്പം നിന്റെ പാർട്ടിയിലെ സകലവന്മാരും ചേർന്ന് വന്നാലും തികയില്ല എന്നുള്ളതുകൊണ്ടാണ്. ഞാൻ കൂടുതൽ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇത്തരത്തിലുള്ള രാഷ്ട്രീയത്തിലെ വർഗീയതയുടെ കപട മുഖങ്ങളെ നമുക്ക് തുറന്നു കാണിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ മനുഷ്യത്വത്തിന്റെ മാനവികതയുടെ മനുഷ്യ